ഇവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണകൾ കാര്യം നമ്മളെ സമയം വെറുതെ കളയും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ കുറേ പ്രാവശ്യം എടുത്ത് നോക്കിയിട്ടുള്ള സർവീസാണ്. അപ്പോൾ ദയവേത് നിങ്ങൾക്ക് കോളുകൾ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ സർവീസ് എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു സർവീസ് എടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു പണി കിട്ടും. അതായത് ഞാൻ പറഞ്ഞു തരുന്നത് ഫ്ലിപ്കാർട്ടിന്റെ അക്കൗണ്ട് മാനേജ്മെന്റ് സർവീസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരു ഫ്ലിപ്കാർട്ടൊക്കെ സെയിൽ ചെയ്തിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് സെയിൽ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കോഡ് വരും. അതായത് ഫ്ലിപ്കാർട്ടിന്റെ പെയ്ഡ് അക്കൗണ്ട് മാനേജ്മെന്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സർവീസ് ഉണ്ട്. പാം സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പാം പ്ലസ് എന്ന സർവീസ് ഉണ്ട്. ഈ രണ്ട് സർവീസുകളുണ്ട്. അതായത് ഫ്ലിപ്കാർട്ട് തന്നെ നമ്മളെ അക്കൗണ്ട് പാം സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് അഡ്വൈസ് കാര്യങ്ങളൊക്കെ തരും. നമ്മളെ സെയിൽസ് എങ്ങനെ കൂട്ടാനും കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസ് കാര്യങ്ങളൊക്കെ. പാം പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ട് നമ്മളെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഈ രണ്ട് സർവീസ് ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട്. ഇത്രയും വേസ്റ്റ് സർവീസ് വരല്ല. കാര്യം ഇവർ നമ്മളോട് പറയുന്നത് ഇവരെ സർവീസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തരും ഇങ്ങനെ ചെയ്തരും നമുക്ക് സെയിൽസ് കൂടും ബാക്കി കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ നമ്മൾ എങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ ആ സെയിൽസ് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു ഇതിന്റെ ഒരു ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമുക്ക് ഒരു അക്കൗണ്ട് മാനേജർ ഉണ്ടെങ്കിലും ഇവരെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇവർ നമുക്ക് ഇമെയിൽ അയക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിക്കും. അതായത് നമുക്കിപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇമെയിൽ അയച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമയം കിട്ടുമ്പോൾ നമ്മൾ വിളിക്കും. ആ രീതിയിലാണ് ഇവർ സർവീസ് വരുന്നത്. പ്രത്യേകിച്ച് വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്ത് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയാ സെയിൽസിന്റെ അതായത് അവര് ഫുള്ള് ഈ പറയാ പുതിയ ആൾക്കാരായിരിക്കും. ഇവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണകൾ കാര്യം നമ്മളെ സമയം വെറുതെ കളയും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ കുറേ പ്രാവശ്യം എടുത്ത് നോക്കിയിട്ടുള്ള സർവീസാണ്. അപ്പോൾ ദയവേത് നിങ്ങൾക്ക് കോളുകൾ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ സർവീസ് എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് തീരെ അറിവ് അതായത് നിങ്ങൾക്ക് വേണ്ടത് ഈ രീതിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി എന്ത് ചെയ്യുന്ന ഈ തേർഡ് പാർട്ടി സർവീസുകളുണ്ട്. നല്ല കാര്യങ്ങൾ നല്ല വൃത്തിയിൽ ചെയ്യുന്ന അടിപൊളി സർവീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഫ്ലിപ്കാർട്ടിന് ഒരു കാരണവശാലും എടുക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെറുതെ നമ്മുടെ കയ്യിലുള്ള പൈസ വെറുതെ കൊണ്ടുവരും തിന്നുള്ളൂ. നമുക്ക് 5 പൈസേൻ്റെ ഗുണവും വരെ കൊണ്ടുണ്ടാവില്ല.